Hi, hello, and namaskaram, and welcome to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇസ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഏത് സ്റ്റോക്ക് മാർക്കറ്റോ? എനിക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധി വേണ്ടേ? നോ 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 ഈ പറയുന്ന ഇതൊന്നും അല്ല നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇസ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്. യെസ്, ഇൻവെസ്റ്റിംഗ് ഇൻ യോർ സെൽഫ്. യൂഷ്വലി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു ടേം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്ന് ചോദിച്ച ഒരു കോഴ്സ് പഠിക്കുമ്പം ദാറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മളൊരു ജോലിക്ക് കയറുമ്പം നമുക്കൊരു സാലറി കിട്ടുമ്പം നമ്മളത് സേവ് ചെയ്ത് വെക്കുമ്പം ദാറ്റ് ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. അത് കഴിഞ്ഞ് നമ്മളൊരു വീട് എടുക്കുമ്പം ദാറ്റ് ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഓൾ ദീസ് ആർ ഇൻവെസ്റ്റ്മെന്റ്. ഐ അഗ്രി. ഇൻവെസ്റ്റ്മെന്റ് ഫൈനാൻഷ്യലി പലരും സംസാരിക്കുന്നുണ്ട്. But I think it is very, very important to invest in ourselves. കാരണം ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു പെർട്ടിക്കുലർ ടേം തന്നെ ഞാനിവിടെ യൂസ് ചെയ്തത് ഇസ് ബിക്കോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സീരിയസ്നെസ് പലപ്പോഴും വേറെ ഒന്നിനും കൊടുക്കാറില്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അതൊരു കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് സംതിങ് ദാറ്റ് ഹാസ് ടു ബി ടേക്കൻ കെയർ ഓഫ്. ഇറ്റ് ഷുഡ് ബി ഈക്വലി കൺസിഡേർഡ് ആസ് സംതിങ് റിയലി സീരിയസ്. So let's talk about self-investment, and I hope you will get to learn something new about self-investment in this video. നിങ്ങൾ ഈ ചാനലിൽ ഫസ്റ്റ് ടൈം ആണ് വരുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസോ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് യെസ്, ദാറ്റ്സ് ഓൾസോ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആദ്യം വരുന്നത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിലാണ്. അപ്പോൾ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുക, അത് തന്നെയാണ്. നമ്മൾ നമുക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? നമ്മൾ എന്തിനാ നമ്മുടെ മേലെ പൈസ സ്പെൻഡ് ചെയ്ത് വെറുതെ പൈസ കളയുന്നത്? അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? അല്ലേ? നമുക്ക് എന്തോരം ആവശ്യങ്ങളുണ്ട് ഈ ലോകത്ത് ചെയ്തു തീർക്കാൻ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഈ സമയത്ത് നമ്മൾ എന്തിനാ വെറുതെ നമ്മുടെ മേലെ പൈസ സ്പെൻഡ് ചെയ്യണം? ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ പേർപ്പസ് തന്നെ. നമ്മൾ നമ്മളെ മേലെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പൈസ മാത്രമല്ല, സമയം കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു ഹാവ് എ ലൈഫ് ദറ്റ് വി ആർ ഓൾസോ ഹാപ്പി അബൌട്ട്. കാരണം പലപ്പോഴും നമ്മൾ പല ആൾക്കാരോടും സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലൈഫിൽ അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ സ്റ്റിൽ ദേ ആർ നോട്ട് ഹാപ്പി. ചില ആൾക്കാർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള അൺഹാപ്പിനെസ് ആയിരിക്കും. സോ അങ്ങനെ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള അൺഹാപ്പിനെസ് ഉണ്ടാവും നമ്മൾ എങ്ങനെ നോക്കുവാണെങ്കിലും, ബിക്കോസ് ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ്. ആൻഡ് നമ്മൾ അത്രയും അതിനെക്കുറിച്ചൊന്നും ഡീപ്പറായിട്ട് സംസാരിക്കുന്നില്ല. ബട്ട് ദെൻ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ് നമ്മുടെ എല്ലാ ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിലും, അല്ലേ? നമ്മളെല്ലാവരും ഹാപ്പിനെസ് ആണ് ആക്ച്വലി നോക്കുന്നത്, എങ്ങനെ ഹാപ്പി ആവാം. ഞാനും അങ്ങനത്തെ ഒരാളാണ്. സോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് നമുക്കൊരിക്കലും ഓക്കെ എനിക്ക് വലിയൊരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും, അല്ലെങ്കിൽ ഞാൻ എനിക്കൊരു കോടി സമ്പാദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. നമുക്ക് അങ്ങനെയൊന്നും ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഹാപ്പിനെസ് ഇസ് ഓൾ അബൌട്ട് ജസ്റ്റ് ബീയിങ് ഇൻ ദ മൂമെൻറ്റ്, which is a very difficult thing also. I completely understand. പക്ഷേ ഈ പറയുന്ന നമ്മൾ നമ്മുടെ മേലെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു സമയമായിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, സ്കില്ലായിക്കോട്ടെ, അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തോന്നുന്ന ഒരു തരം ഫീലിംഗ് ഉണ്ട്. ദാറ്റ് ക്യാൻ ബി സന്തോഷം, ദാറ്റ് ക്യാൻ ബി ഗ്രാറ്റിറ്റ്യൂഡ്, ദാറ്റ് ക്യാൻ ബി എനിത്തിങ്. അപ്പോൾ ആ ഒരു സന്തോഷം, ഇതൊരു വളരെ ചെറിയ കാര്യമാണ്, സന്തോഷിക്കാനുള്ള വലിയൊരു എന്താ പറയുക വലിയ സംഗതിയൊന്നുമല്ല, പക്ഷെ ദാറ്റ് വിൽ മേക്ക് യു ഹാപ്പി. സോ ഇഫ് യു ആർ സംബഡി ഹൂ ഈസ് ലുക്കിംഗ് ടു ബി ഹാപ്പി ഇൻ യുവർ ലൈഫ്, അതിന് എനിക്ക് ഒരുപാട് മെത്തേഡ്സ് ഒന്നും പറയാൻ അറിയില്ല, ബട്ട് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ഇൻ മൈ ഓൺ ലൈഫ്. ആൻഡ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് ഡു ഗിവ് ഇറ്റ് എ ട്രൈ. ദിസ് വിൽ നോട്ട് ബി ഇൻ വെയിൻ ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ്. ഈ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അപ്പ് സ്കില്ലിംഗ് ആവാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസസിന്
നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതാവാം, അങ്ങനെ എന്തും ആവാം. നമ്മൾ നമ്മുടെ മേലെ പൈസ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് വീട് വാങ്ങാനോ സാധനങ്ങൾ വാങ്ങാനോ ഡ്രസ്സ് വാങ്ങാനോ മാത്രമായിട്ട് ഒതുങ്ങണം എന്നില്ല. ഇതൊന്നും ചെയ്യണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ഇത് മാത്രമായിട്ട് ഒതുങ്ങണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ക്രിയേറ്റീവ് ആളാണെങ്കിൽ നിങ്ങൾക്ക് പക്ഷെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾ പെയിൻറ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ബട്ട് ജോലി തിരക്കിനിടയിൽ പെയിൻറ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടി വരുന്നു ഡ്യൂ ടു പ്രൊഫഷണൽ കമ്മിറ്റ്മെൻറ്റ്സ് ഓർ വാട്ട് എവർ. അപ്പോൾ വരുന്നൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ലൈഫ് മോണോട്ടണസ് ആവുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു ടൈമിൽ യു ഹാവ് ടു റിയലി തിങ്ക് അബൌട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ്. കാരണം ആ ഒരു മോണോട്ടണസ് ആയിട്ടുള്ള ആ ഒരു സ്പേസിൽ നിന്നാണ് പലപ്പോഴും നമ്മളൊരു ഫ്രസ്ട്രേഷനിലോട്ടും പിന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലോട്ടും നമ്മൾ എത്തിപ്പോകുന്നത്. സോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു ഇൻവെസ്റ്റ് ഇൻ എക്സ്പീരിയൻസസ് ദാറ്റ് വിൽ മേക്ക് യു ഹാപ്പി. അത് ചിലപ്പോൾ ഒരു പോട്ടറി മേക്കിംഗ് വർക്ക്ഷോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആക്രിലിക് പെയിൻറ്റിംഗ് വർക്ക്ഷോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാവൽ എന്തെങ്കിലും ആയിരിക്കാം. ഫോർ ദാറ്റ് യു നീഡ് മണി. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും യു നീഡ് മണി, അല്ലേ? സോ വിതൗട്ട് മണി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ മണി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റുക? മണി ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പൊസിഷൻസ് ഉണ്ടായാൽ മാത്രമേ ഹാപ്പി ആവാൻ പറ്റുള്ളൂ എന്നില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഈ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് വെൻ യു ഹാവ് മണി, അത് നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ മതി, കോടീശ്വരനാവണം എന്നില്ല. ആവശ്യത്തിനുള്ള പൈസ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 3 day വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പം എത്രയാണ് പ്രൈസ് വരുന്നത്? ചിലപ്പം ലൊക്കേഷൻ ദൂരമായിരിക്കും. അതാ പറഞ്ഞേ, ആ ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ സേവ് ചെയ്തിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വാട്ട് അബൌട്ട് എന്തെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ള സെഷൻസ്? ബിക്കോസ് ഇപ്പോഴത്തെ ഒരു കാലത്ത് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ ആയിട്ടുള്ള സംഗതികൾ. ഓൺലൈൻ എത്രയോ കാര്യങ്ങളും നടക്കുന്നുണ്ട്. സോ നിങ്ങളത് ഫൈൻഡ് ചെയ്യണോ? നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ദാറ്റ്സ് വെയർ യുവർ ടൈം കംസ്. നമ്മളെ ടൈമും നമ്മൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ ഒരു 30 minutes, ഒരു 1 hour നമുക്ക് പറ്റിയൊരു സാധനം ഈ ലോകത്തുണ്ടോ എന്നൊന്ന് നോക്കുന്നതിന് ഒരു തെറ്റുമില്ല. നമ്മൾ എത്രയോ ഡൂം സ്ക്രോളിങ് ചെയ്ത് സമയം കളയുന്നു. സോ ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു ഇൻവെസ്റ്റ് സം ടൈം ആൻഡ് ഓൾസോ സം മണി ഇൻ യുവർ സെൽഫ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യാൻ പോവാണ് ദാറ്റ് വിൽ ഹെൽപ്പ് യു അപ്സ്കിൽ യുവർ സെൽഫ് ഇൻ ഡിഫറെൻറ്റ് വേസ്. സോ നമ്പർ 1 എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഇസ് റീഡിങ്. നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിലും വായന തുടങ്ങി ഏതോ ഒരു ടൈമിൽ നിങ്ങൾക്കത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ആ ശീലം എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീഡിങ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. കാരണം റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഏതോ ഒരു ടൈമിൽ ഞാൻ വായിക്കുമായിരുന്നു ചെറുപ്പത്തിൽ, പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ആ ഒരു ഹാബിറ്റേ പോയി പിന്നെ ഞാൻ വായിക്കാണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വീണ്ടും ഒരു 2 years ആയിട്ടാണ് റീഡിങ് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ ഞാൻ വായിക്കാത്ത സമയത്ത് ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ മിസ് ചെയ്തു എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു റീഡ്, ഇൻവെസ്റ്റ് ഇൻ ഗുഡ് ബുക്സ് ദാറ്റ് യു ഫീൽ ലൈക്ക്. അത് മലയാളം ആവാം, ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആവാം, ഇൻ വാട്ട് എവർ ലാംഗ്വേജ് ദറ്റ് യു ആർ കംഫർട്ടബിൾ ഇൻ റീഡിങ്. അപ്പോൾ റീഡിങ് ഇസ് ഹാബിറ്റ് വിച്ച് ക്യാൻ ഇവൻച്വലി ബി ടേൺഡ് ഇൻ ടു എ ഗ്രേറ്റ് സ്കിൽ. കാരണം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ വായിക്കാനുള്ള ഒരു മിനിമം കപ്പാസിറ്റി വന്നു തുടങ്ങും ആൻഡ് കുറച്ച് ബോധം വെച്ച് തുടങ്ങും, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് റീഡിങ് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണെങ്കിൽ ജസ്റ്റ് എല്ലാ ദിവസവും ഒരു 2 പേജ്, ഒരു ബുക്ക് ആയിക്കോട്ടെ ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ജസ്റ്റ് ഒരു 2 പേജെങ്കിലും വായിക്കാതെ എഴുന്നേക്കില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ചായ കുടിക്കില്ല എന്നുള്ളത് വല്ലതും ഒന്ന് സെറ്റാക്കിയിട്ട് ഒരു മോർണിംഗ് റുട്ടീനോ ഈവനിങ് റുട്ടീനിലോ അത് ഇൻക്ലൂഡ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഗോ ഓൺ വിത്ത് ഇറ്റ്. അത് ഇനീഷ്യലി ഒരു ഹാബിറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ അതൊരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. നൗ മൈ സെക്കൻഡ് പോയിന്റ് ഇസ് റൈറ്റിംഗ്. റൈറ്റിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത്, റൈറ്റിംഗ് പലപ്പോഴും ഇപ്പം ഞാനൊരു പേപ്പർ പോലും എഴുതിയിട്ടില്ല, ഞാനൊരു സെൻറ്റൻസ് പോലും എഴുതാറില്ല, എനിക്ക് എഴുതാൻ അറിയില്ല, അതൊക്കെ ഉണ്ടാവും. പക്ഷേ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇറ്റ് ഇസ് എ സ്കിൽ. ആക്ച്വലി മോണറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. ഫ്രീലാൻസിങ് ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ റൈറ്റിംഗ് മോണറ്റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യമേ മോണറ്റൈസ് ചെയ്യാൻ വേണ്ടി റൈറ്റിംഗ് തുടങ്ങുക എന്നുള്ളതിനേക്കാളും
ചെറുതായിട്ട് എഴുതി തുടങ്ങുക. ഫോർ എക്സാമ്പിൾ, എന്താണ് ഐ എം ഫീലിംഗ് ടുഡേ, ആം ഐ ഫീലിംഗ് ഹാപ്പി, ആം ഐ ഫീലിംഗ് സാഡ്, ആണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് അതൊന്ന് വേർഡ്സിലോട്ട് എഴുതാൻ പറ്റുമെങ്കിൽ, നമ്മുടെ ഫീലിങ്സ് എഴുതാൻ പറ്റുമെങ്കിൽ, ഇനി ഫീലിങ്സ് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, ഇന്ന് ഐ ഹാഡ് എ ഗുഡ് ഡേ അറ്റ് ഓഫീസ്, അങ്ങനെ ജസ്റ്റ് ഇന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് എഴുതുക. ഒരു ഡയറി പോലെയൊക്കെ വെക്കാൻ പറ്റിയാൽ അത് റൈറ്റിങ്ങിന് ഒരു വെരി ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. സോ പ്ലീസ് ഡു ഇറ്റ്. ആൻഡ് ഇവൻച്വലി ഈ പറയുന്ന സെക്കൻഡ് പോയിന്റ് ആണ് എൻ്റെ തേർഡ് പോയിന്റ്, ദറ്റ് ഈസ് ജേർണലിംഗ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ ജേർണൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉണ്ട്, വെൽനെസ് ജേർണൽ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ജേർണൽസ് ഉണ്ട്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സ്, അതായത് അതിൽ കുറച്ച് പ്രോംപ്റ്റ്സ് ഉണ്ടാവും, നമ്മൾ അത് വെച്ചിട്ട് നമ്മുടെ ഫീലിങ്സ് എഴുതുക എന്ന് പറയുന്നതാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിംഗ് ആക്ച്വലി ഒരു ഭയങ്കര നല്ല ഹാബിറ്റാണ്. കാരണം ഈ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ജേർണലിങ്ങിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ തോട്ട്സിൽ ഒരു ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങും, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ തോട്ട്സ് കുറേ പ്രോസസ്സ് ആവുന്നത്, നമ്മുടെ ഇമോഷൻസ് പ്രോസസ്സ് ആവുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവുന്നത് ഈസ് വെൻ യു സ്റ്റാർട്ട് റൈറ്റിംഗ്. സോ അത് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ് ബിലോ. ആൻഡ് എന്തെങ്കിലും ടിപ്സ് ഓർ വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ അതും എൻ്റെ അടുത്ത് പറയാം. ഇനി അല്ല വേറെ എന്തിനെങ്കിലും പറ്റി സ്പെസിഫിക്കലി എന്തെങ്കിലും ജേർണലിംഗ് ഐഡിയാസിനെ പറ്റി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അതും ഞാൻ ചെയ്യാൻ നോക്കാം. ഫോർത്ത് പോയിന്റ് ഇസ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും ചെയ്യുന്ന ശീലം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ ജോലി കൂടുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ബോഡീനെ നോക്കൂല, നമ്മൾ ഭയങ്കര ലേസി ആയി മാറും. ബിക്കോസ് നമ്മൾ കുറച്ച് നേരം കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കുക, അങ്ങനെയല്ലേ തന്നെ ചിന്തിക്കുള്ളൂ എല്ലാവരും. പക്ഷേ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് അവർ ബോഡി ആൻഡ് മൈൻഡ്. കാരണം നമ്മുടെ ബോഡി ഒന്ന് ലേസി ആയിട്ടിരിക്കുമ്പം നമ്മുടെ മൈൻഡിന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മുടെ മൈൻഡ് ഇച്ചിരി ലേസി ആയിട്ടിരുന്നാൽ നമ്മുടെ ബോഡിക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി നമ്മളിങ്ങനെ ആക്റ്റീവ് ആക്കിയിട്ട് വെക്കണം. ആൻഡ് ആ ഒരു സംഭവം അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു. ജിമ്മ് ഇനീഷ്യലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു റുട്ടീൻ ആവാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ ആ റുട്ടീനായി അതൊരു ഭാഗമായി മാറുമ്പോഴാണ് നമുക്ക് ആക്ച്വലി അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ തുടങ്ങുന്നത്. ട്രൈ ടു മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. അത് ജിം തന്നെ ആവണമെന്നില്ല, യോഗ ആവാം, സൂംബ ആവാം, വാട്ട് എവർ അക്കോർഡിംഗ് ടു യുവർ കൺവീനിയൻസ് ആൻഡ് യുവർ എന്താ പറയുക അഫോർഡബിലിറ്റി. പക്ഷേ എന്തായാലും മേക്ക് ഷുവർ ദാറ്റ് യുവർ ബോഡി ഈസ് ഓൾസോ വെരി ആക്റ്റീവ്. കാരണം നമ്മുടെ ബോഡി ആക്റ്റീവ് ആയിട്ടിരിക്കേണ്ടത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ മൈൻഡ് ആൻഡ് വൈസ് വേഴ്സ. സോ പ്ലീസ് ഡു കൺസിഡർ ഇറ്റ്. ദാറ്റ് ഈസ് എ സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ ബോഡി മാത്രം നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. സോ വി നീഡ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് ആൻഡ് എൻ്റെ ഫൈനൽ സജഷൻ ഇസ് ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കോഴ്സിന് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഫൈനാൻസസ്, അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് മണി. കാരണം പൈസ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് തന്നെ അറിയില്ല ഇത് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ആക്ച്വൽ പർപ്പസ് എന്ത്. നമ്മൾ വിചാരിക്കും ഇത് വാങ്ങണം, വാങ്ങുന്നത് മാത്രമല്ല, ഇറ്റ് ഈസ് അബൌട്ട് മണി ഈസ് ആൻ എനർജി എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫ്രീലാൻസിങ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി മനസ്സിലായത്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു സർവീസ് ഒരാളുടെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങുക. ഫോർ എക്സാമ്പിൾ ഒരു സോഷ്യൽ മീഡിയ മാനേജറിനെ വെച്ചു. അയാളുടെ ഒരു സർവീസാണ് നമ്മൾ തരുന്നത്. ഇനീഷ്യലി നമ്മൾ വിചാരിക്കും എന്തിനാ ഇപ്പോൾ ഇയാളൊക്കെ ചെയ്തിട്ട്, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, ഞാൻ വെറുതെ എന്തിനാ എൻ്റെ പൈസ കളയുന്നത് നമ്മൾ ചിന്തിക്കും. പക്ഷെ ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം ഒരു സോഷ്യൽ മീഡിയ മാനേജർ ഉണ്ട്, നമുക്ക് അയാൾക്ക് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ ആക്ച്വലി നമ്മുടെ എത്രയോ ടൈമാണ് അയാൾ നമുക്ക് സേവ് ചെയ്ത് തരുന്നത്. ഇത് ഞാൻ പറഞ്ഞത് കുറച്ച് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു 3 day നമ്മളൊരു ആർട്ട് വർക്ക്ഷോപ്പിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ്സിന് പോകുന്നു. ഒരു മ്യൂസിക് ക്ലാസ്സിന് ജോയിൻ ചെയ്തു. നമ്മളൊരു 30 minutes 45 minutes അല്ലെങ്കിൽ ഒരു 1 hour നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലൈക്ക് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പേസ് ആണ്. സോ ഇറ്റ്സ് നോട്ട് എ ചെലവ്, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബേസിക്കലി. സോ ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ബി ഫൈനാൻഷ്യലി ലിറ്ററേറ്റ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് എക്സാക്ട്ലി ഫൈനാൻസ് ഇസ് ഫോർ യു ആൻഡ്
അതെങ്ങനെ സ്പെൻഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം? ആളുകൾക്ക് ഈ പറയുന്ന രീതിയായിരിക്കും. ആൾക്കാർക്ക് അത് കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനും പഠിക്കാനും ആയിരിക്കും ഇഷ്ടം. അതിൻ്റെ അർത്ഥം അത് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ബി ലിറ്ററേറ്റ് എനഫ് അബൌട്ട് ഫൈനാൻസസ് ദറ്റ് യു ക്യാൻ ഹാൻഡിൽ യുവർ ഓൺ ഫൈനാൻസസ്. കാരണം നാളെ നമുക്ക് പൈസ വരുമ്പോൾ അയ്യോ ഇത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എത്ര സ്പെൻഡ് ചെയ്യണം, എവിടെ സ്പെൻഡ് ചെയ്യണം, കൂടുതലാവോ കുറവാവോ, നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ചിലപ്പോൾ ഉണ്ടാവാം. അത് ഒഴിവാക്കാൻ വേണ്ടി യു നീഡ് ടു ബി ഫൈനാൻഷ്യലി ലിറ്ററേറ്റ്, അണ്ടർസ്റ്റാൻഡ് ഹൗ മണി വർക്ക്സ്. സോ ദാറ്റ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഇൻ ടുഡേയ്സ് ടൈം. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ഓൾ. ഇതായിരുന്നു എനിക്കിന്ന് തരേണ്ട സജഷൻസ്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങളെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുമെന്ന്. ദാറ്റ്സ് ഓൾ ഐ കുഡ് തിങ്ക് അബൌട്ട് ഫോർ ദിസ് ടൈം. എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് സെക്ഷനിൽ ഇടുക. കാരണം ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും, മീനിങ് ഫുൾ ആവുന്ന എന്തെങ്കിലും ചെയ്യണം എന്നാണ് എനിക്കും ആഗ്രഹം. സോ ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെൻറ്റ്. ഐ വിൽ ട്രൈ ടു മേക്ക് വീഡിയോസ് ഓൺ ഇറ്റ്. ഈ ചാനൽ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ don't forget to like my video and subscribe to my channel. കാരണം വേറെ യാതൊരു മോട്ടിവേഷനും ഇല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് വാച്ചിങ് മൈ വീഡിയോസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലും എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ട് പറയാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തോടെ ഐ എം സൈനിങ് ഓഫ്. ബൈ ബൈ ആൻഡ് സി യു.